ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗ്രേസ് മാർക്കിനെ കുറിച്ചിട്ടാണ് വീഡിയോ. അപ്പോൾ പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷന് നിങ്ങളെ സഹായിക്കുന്നത് ഗ്രേസ് മാർക്ക് ഏറെക്കുറെ സഹായിക്കും. കാരണം നിങ്ങൾ 10ാം ക്ലാസ്സിലെ മാർക്ക് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗ്രേഡുകൾ കുറഞ്ഞു പോയാൽ അത് മുകളിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് സഹായകരമായിട്ട് മാറും. ഗ്രേസ് മാർക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, NCC ഉള്ളവർക്കും സ്കൗട്ടുള്ളവർക്കും കലോത്സവത്തിന് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയവർക്കും ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളിൽ എത്ര പേർക്കൊക്കെ ഏതൊക്കെ മേഖലകളിൽ ഇനി വല്ല എക്സിബിഷനോ അതിനോ ഏതെങ്കിലും ഒക്കെ മേഖലകളിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് 10ാം ക്ലാസ്സിൽ സ്കോർ ചെയ്ത എത്ര പേരുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെ ഉള്ളവർക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അത്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് സഹായമാവണേന്ന്. അത് വേറെ രീതിയിലും അല്ല. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രേഡ് കിട്ടി, ഏതെങ്കിലും ബാക്കി എല്ലാത്തിനും A+ ഉണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിന് ഇപ്പോൾ B+ ആയിപ്പോയി. അപ്പോൾ ഈ ഗ്രേസ് മാർക്ക് അതിലിട്ടിട്ട് നിങ്ങളെ മാക്സിമം ആ ഗ്രേഡിനെ മാറ്റി A+ലോട്ട് എത്തിക്കാനായിട്ട് ഒരു പക്ഷേ സാധിക്കും. അത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നനുസരിച്ചിരിക്കും ഗ്രേസ് മാർക്ക്. ഇപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് A+, ഒന്നിന് B+, അല്ലെങ്കിൽ ഒന്നിന് D+ ആയിപ്പോയി. അവസാനം ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് നിൽക്കുന്ന വിഷയത്തിന് ഗ്രേസ് മാർക്ക് തന്നിട്ട് അതിനെ ബാക്കി വിഷയങ്ങൾക്കൊപ്പം മുന്നോട്ട് ഒരു ഗ്രേഡ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് സഹായകരമായി മാറുന്നത് ഇപ്രകാരമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രേഡ് ഏതെങ്കിലും വിഷയത്തിന് കുറഞ്ഞു നിന്നാൽ ഈ ഗ്രേസ് മാർക്ക് എടുത്ത് അതിലിട്ടിട്ട് ആ ഗ്രേഡിനെ അല്പം കൂടെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഗ്രേഡ് മാറുന്നത്. ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടി, ഏതെങ്കിലും ഒരു വിഷയത്തിന് A+ കിട്ടിയില്ല, A ആയി പോയെങ്കിൽ ഈ ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തി ആ A ആയിട്ട് നിൽക്കുന്ന വിഷയത്തിനും കൂടെ A+ ആക്കി മാറ്റും. ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിന് നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രേഡ് ഏതെങ്കിലും വിഷയത്തിന് കുറവാണെങ്കിൽ ആ ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്ന ഗ്രേഡിനെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തിയിട്ട് ആ കുറഞ്ഞ് നിൽക്കുന്ന ഗ്രേഡിനെ ഒരു ഗ്രേഡും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് സഹായകരമായിട്ട് മാറും. സോ ഗ്രേസ് മാർക്ക് എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ ഉപകാരമായ ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 10ലെ ഗ്രേഡ് നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ആ സംശയം നിങ്ങൾ ചോദിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം നിങ്ങൾക്ക് ഇപ്പോൾ മാറി എന്നാണ് എൻ്റെ വിശ്വാസം. ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫ്രണ്ട്സ്. ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു.